ഇന്ത്യയോട് 6 വിക്കറ്റിന് തോറ്റതിൽ ആരാധകരോഷം കെട്ടടങ്ങുന്നതിനു മുമ്പാണ് പാകിസ്ഥാൻ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായത്. ഗ്രൂപ്പ് റൗണ്ടിൽ ഒരു മത്സരം ബാക്കി നിൽക്കെയാണ് മുൻ ചാമ്പ്യന്മാരുടെ നാണംകെട്ട പുറത്താകൽ. ടൂർണമെന്റിന്റെ ആതിഥേയ രാജ്യമെന്ന നിലയിൽ വലിയ പ്രതീക്ഷയോടെയാണ് പാകിസ്ഥാൻ കളിക്കാനിറങ്ങിയത്. എന്നാൽ കളിച്ച 2 മത്സരങ്ങളും 8 നിലയിൽ തോറ്റു. താരങ്ങളുടെ പ്രകടനത്തെയും ടീം തെരഞ്ഞെടുപ്പിനെയും വരെ വിമർശിച്ച് ആരാധകരും മുൻ താരങ്ങളും രംഗത്ത് വന്നു. ഇപ്പോഴിതാ താരങ്ങളുടെ ഭക്ഷണ രീതിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ നായകനും പേസറുമായ വസീം അക്രം. ഇന്ത്യക്കെതിരായ മത്സരത്തിനിടെ പാക് താരങ്ങളുടെ ഭക്ഷണ രീതി ചൂണ്ടിക്കാട്ടിയായിരുന്നു അക്രത്തിന്റെ വിമർശനം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ത്യക്കെതിരായ മത്സരത്തിന്റെ 1-മത്തെയോ 2-മത്തെയോ ഡ്രിങ്ക്സ് ബ്രേക്കിനിടെ ഞാൻ കണ്ടത് പാക് കളിക്കാരുടെ മുമ്പിൽ ഒരു പ്ലേറ്റ് നിറയെ നേന്ത്രപ്പഴം കൊണ്ടുവച്ചതാണ്. കുരങ്ങുകൾ പോലും അത്രയും നേന്ത്രപ്പഴം കഴിക്കില്ല. ഇതാണ് അവരുടെ ഭക്ഷണ രീതി. ഇമ്രാൻഖാൻ ക്യാപ്റ്റനായിരുന്ന കാലത്തായിരുന്നു ഞങ്ങളൊക്കെ ഇത് ചെയ്തത് എങ്കിൽ അദ്ദേഹം തല്ലുമായിരുന്നുവെന്ന് അക്രം ഒരു ടെലിവിഷൻ ചർച്ചയിൽ പറഞ്ഞു. കളിയുടെ വേഗത 10 മടങ്ങ് വർദ്ധിച്ച കാലത്തും പാകിസ്ഥാൻ ടീം പുരാതന കാലത്തെ ക്രിക്കറ്റാണ് കളിക്കുന്നത്. കടുത്ത നടപടികൾ ആവശ്യമാണ്. കൂടുതൽ യുവാക്കളെ ടീമിൽ ഉൾപ്പെടുത്തണം. ഭയമില്ലാതെ ക്രിക്കറ്റ് കളിക്കുന്നവരാകണം. 5-6 മാറ്റങ്ങൾ വരുത്തണം. ദയവായി അതിന് തയ്യാറാകണം. അടുത്ത 6 മാസവും ടീം തോൽക്കുന്നത് തുടർന്നേക്കാം. പക്ഷേ 2026 T20 ലോകകപ്പ് ലക്ഷ്യമിട്ടുള്ള ടീമിനെ ഇപ്പോൾ തന്നെ വളർത്തിക്കൊണ്ടുവരണം. ഒമാൻ, USA എന്നീ ടീമുകളുടെ ശരാശരിയേക്കാൾ താഴെയാണ് പാകിസ്ഥാൻ എന്നും അക്രം കുറ്റപ്പെടുത്തി. 2017 ചാമ്പ്യൻസ് ട്രോഫി കിരീടമാണ് പാകിസ്ഥാന്റെ അവസാന സുപ്രധാന കിരീട നേട്ടങ്ങളിലൊന്ന്. അന്ന് ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് ടീം കിരീടം നേടിയത്. പിന്നീട് ഇന്ത്യയോട് കളിച്ച എല്ലാ മത്സരങ്ങളും പാകിസ്ഥാൻ തോറ്റു.